അന്താരാഷ്ട്ര ഉപരോധത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതാണ്. ആ ഉപരോധങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണ്. അപ്പോൾ അമേരിക്ക നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപരോധങ്ങളുടെ ഒടുവിലാണ്. അപ്പോൾ ഇപ്രാവശ്യം ഇതുപോലെ ഇത്തരത്തിൽ ഇങ്ങനെ പ്രക്ഷോഭകാരികളെ ഇളക്കി ഒന്ന് ആ ഒരു അവസരം മുതലെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഖാംനെയിയെ കൊലപ്പെടുത്തും, അല്ലെങ്കിൽ പുതിയ ഭരണാധികാരി അധികാരത്തിലേറാനുള്ള കളമൊരുക്കും, തൻ്റെ ഒരൊറ്റ വാക്കിൽ അത് സംഭവിക്കുമെന്നാണ് ട്രംപ് മനക്കോട്ട കിട്ടിയത്. ലക്ഷക്കണക്കിന് ജനങ്ങൾ, റോയിറ്റേഴ്സിൻ്റെ ഒക്കെ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, ലക്ഷക്കണക്കിന് ജനങ്ങൾ അവർ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ടെന്നാണ്. ഏതോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് ട്രംപ് വലിയ രീതിയിൽ ഇറാനിലെ പ്രതിഷേധക്കാർക്ക് സപ്പോർട്ട് ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പ്രതിഷേധക്കാരെ തൊടാൻ പാടില്ല, അങ്ങനെ ഒരുപാട് വീമ്പുകൾ സ്ഥിരം നമ്മൾ കേൾക്കുന്നതാണ് ട്രംപിൻ്റെ തള്ളുകൾ. അതിൻ്റെ കൂടെ വലിയൊരു തള്ളിയിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ട്രംപ് നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ കഥ മാറി മറിഞ്ഞിട്ടുണ്ട്. പ്രതിഷേധക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ട്രംപിൻ്റെ വാക്കുവിശ്വസ്തത അബദ്ധമായി പോയി എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്താണ് ട്രംപിൻ്റെ ഈ ഒരു മനംമാറ്റത്തിൻ്റെ പിന്നിലെ കാരണം? ഇറാൻ വളരെ ഭംഗിയായി അവിടുത്തെ ഭരണ സംവിധാനം തിരിച്ചു പിടിക്കുകയും ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. സ്കൂളുകളൊക്കെ തുറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റർനെറ്റിൽ മാത്രം ചെറിയൊരു പ്രശ്നം, അത് വളരെ അടുത്ത ദിവസം തന്നെ പുനഃസ്ഥാപിക്കും പൂർണ്ണ തോതിലെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എന്താണ് ട്രംപ് പറഞ്ഞതും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും വളരെ വൈരുദ്ധ്യമായ കാര്യങ്ങളാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? വിദ്യ, ഈ പ്രക്ഷോഭം തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു ഈ പ്രക്ഷോഭം എങ്ങും എത്താൻ പോകുന്നില്ല എന്ന്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിലും വലിയ പ്രക്ഷോഭങ്ങളെ അതിജീവിച്ചിട്ടുള്ള പാരമ്പര്യം ഇറാനുണ്ട് എന്ന് മാത്രമല്ല, ഇതിലും വലിയ പ്രക്ഷോഭങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ, അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഉയർത്തിയ പ്രതിരോധങ്ങൾ, ഇറാനിലേക്ക് കഴിഞ്ഞ ജൂണിൽ നടത്തിയ യുദ്ധം, ആക്രമണം, ബോംബ് നിക്ഷേപിച്ചുകൊണ്ടുള്ള പരിപാടി, ഇതൊക്കെ അതിജീവിച്ച് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ഇറാൻ. ഇപ്പോൾ ഇസ്രായേലുമായിട്ട് ഇറാനെ കമ്പയർ ചെയ്യുമ്പോൾ ഇസ്രായേലിന് എന്ത് വന്നാലും അമേരിക്കയുടെ പിന്തുണ വേണം. എന്ത് വന്നാലും നെതന്യാഹു, എന്ത് ഭയമുണ്ടെങ്കിലും, എന്ത് യുദ്ധത്തിന് പോകണമെങ്കിലും, എന്ത് കാര്യത്തിനും ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണ കൂടിയേ തീരൂ. ആദ്യം ഓടുന്നത് അമേരിക്കയുടെ അടുത്തേക്കാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ യുദ്ധ സാഹചര്യം ഉണ്ടാവാനുള്ള കാരണവും ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേലാണ് പറഞ്ഞത് ഇറാൻ്റെ പക്കൽ ആണവായുധങ്ങളുണ്ട്, ആണവ പര്യവേഷണം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ ശേഖരം ഇറാൻ്റെ പക്കലുണ്ട്. അപ്പോൾ ഇതൊക്കെ തകർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുദ്ധകാഹളം മുഴക്കാൻ ഉതകുന്ന വിധത്തിലേക്ക് ആദ്യം മുന്നിട്ടിറങ്ങി വന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ നെതന്യാഹു ട്രംപിനെ പോയി കാണുന്നു, അവിടെ വലിയ പ്രശ്നമാണ്, ഇറാൻ ഇങ്ങനെ ആയുധങ്ങൾ സംഭരിച്ചാൽ നമുക്ക് ഭീഷണിയാണ്, അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ ടാർഗറ്റുകൾ തകർക്കണം എന്ന് തന്നെ ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞു എന്നാണ് അന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ട്രംപ് പറഞ്ഞു എന്നാൽ ശരി ആയിക്കോട്ടെ, യുദ്ധം തുടങ്ങാം എന്ന മട്ടിലേക്ക് ട്രംപ് പറയുകയും ചെയ്തു. അതിനിടയിലാണ് ആസൂത്രിതമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഇറാനിലൊരു വലിയ പ്രക്ഷോഭം നടക്കുന്നത്. ആ പ്രക്ഷോഭം ആരംഭിച്ചപ്പോൾ തന്നെ നമ്മൾ ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിന് പിറകിൽ അമേരിക്കയും ഇസ്രായേലും ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന്. കാരണം അല്ലാതെ ഒരു പ്രക്ഷോഭം ഇറാനിൽ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകൾ വിരളമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറാനിൽ വലിയ പ്രതിസന്ധികളുണ്ട്, അവിടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് അന്താരാഷ്ട്ര ഉപരോധത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതാണ്. ആ ഉപരോധങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണ്. അപ്പോൾ അമേരിക്ക നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപരോധങ്ങളുടെ ഒടുവിലാണ് ഇറാനിലൊരു പ്രക്ഷോഭം എന്ന നിലയിലേക്ക് അവിടുത്തെ വ്യാപാരികൾ ഉൾപ്പെടെ രംഗത്ത് വരുന്നത്. അപ്പോൾ ആ പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം പൊടുന്നനെ അതിരൂക്ഷമായത് ബാഹ്യശക്തികളുടെ ഇടപെടലിനെ തുടർന്നാണ്. അത് പല വാർത്താ ഏജൻസികളും അന്നേ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാശ്ചാത്യ മാധ്യമങ്ങളല്ല, അപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ, അമേരിക്കൻ മാധ്യമങ്ങൾ, ബ്രിട്ടീഷ് മാധ്യമങ്ങളൊക്കെ ഇറാൻ വീഴാൻ പോകുന്നു, ഖാംനെയിയുടെ ഭരണത്തിൽ പൊറുതിമുട്ടി ജനങ്ങൾ തെരുവിലിറങ്ങി എന്നൊക്കെയാണ് കൊടുത്തിരുന്നതെങ്കിലും അൽ ജസീറ പോലെയുള്ള അറബ് മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ കുറേ കൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഇത് പൊടുന്നനെ ഉണ്ടാകുന്ന ഒരു പ്രക്ഷോഭമാണ്. അതായത് ഈ പ്രക്ഷോഭകരായിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് സാധാരണ ജനങ്ങളെപ്പോലും പ്രക്ഷോഭത്തിന് വിളിക്കുകയാണ്. അത് നിങ്ങൾ ഇറങ്ങി വരൂ, ഞങ്ങൾക്കൊപ്പം പ്രക്ഷോഭം നടത്തുമെന്ന് പറഞ്ഞ് അവരെ വല്ലാതെ ഫോഴ്സ് ചെയ്യുന്നതിൻ്റെ പല ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രക്ഷോഭത്തിനിടയിൽ ചില ആളുകൾ കൊല്ലപ്പെട്ടത് സൈന്യത്തിൻ്റെയോ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയോ വെടിയേറ്റല്ല, അവർ അസ്വാഭാവികമായി കൊല്ലപ്പെട്ടതാണ്. അതിന് പിന്നിൽ കാരണം കണ്ടെത്തിയിരുന്നില്ല. ആദ്യഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ നടത്തിയ അന്വേഷണത്തിലാണ് ബോധപൂർവമായി വലിയൊരു ശക്തി, അതായത് പല കേന്ദ്രങ്ങളിൽ 31 പ്രവിശ്യകളുണ്ട്, ഈ 31 പ്രവിശ്യകളിലും പ്രക്ഷോഭം ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നത്. ആ ശ്രമങ്ങൾക്ക് പിന്നിൽ ആരാണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് അത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പിന്തുണയുള്ള വിധ്വംസക ശക്തികളാണ് എന്ന് മനസ്സിലാകുന്നത്. അതിനുശേഷമാണ് ഇറാൻ അതിനെ തങ്ങളുടെ പ്രസ്റ്റീജ് വിഷയമായി കണ്ടുകൊണ്ട്,
അതായത് തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറി തങ്ങളുടെ രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കി രാജ്യവിരുദ്ധരുടെ ഒപ്പം കൂടി തങ്ങളുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ എന്ത് വില കൊടുത്തും നേരിടും എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ഇറാൻ ഈ പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ച് ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, എവിടെ നിന്നാണ് ഇത് തുടങ്ങേണ്ടത് എന്നൊക്കെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. കാരണം പൊടുന്നനെ പല പ്രവിശ്യകളിലും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുകയാണ്. ടെഹ്റാനിന് സമീപത്തുള്ള 2 പ്രവിശ്യകൾ നിന്ന് കത്തുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇറാൻ ഭരണകൂടത്തിന് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അത് ശരിയാണ്. ആ സമയത്താണ് ഖാംനെയി ഉടൻ ഇല്ലാതാകും, ഖാംനെയി ഭരണം അട്ടിമറിക്കപ്പെടും. അപ്പോൾ ട്രംപും ഫ്യൂലുമായിട്ട് ഇറങ്ങി ജനങ്ങളെ, നിങ്ങൾ പ്രക്ഷോഭകാരികളെ, നിങ്ങൾ നിങ്ങളുടെ പണി തുടരൂ, എല്ലാ സഹായവും അമേരിക്ക നൽകും, ഞങ്ങളുടെ സൈന്യം റെഡിയാണ്, ഞങ്ങളുടെ സൈന്യം പ്രിപ്പയർഡ് ആയിട്ടുണ്ട്, ഞങ്ങളുടെ സൈന്യം എല്ലാം ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഉടൻ തന്നെ ഞങ്ങൾ ഇറാനിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് വലിയ പിന്തുണ ട്രംപ് കൊടുക്കുകയാണ്. ഇസ്രായേലും സമാനമായ രീതിയിൽ ഈ പ്രക്ഷോഭകർക്ക് സന്തോഷമുണ്ടാക്കുന്ന വിധത്തിലേക്ക് വലിയ തോതിലുള്ള പിന്തുണകൾ പ്രഖ്യാപിച്ചു. പക്ഷേ യാഥാർത്ഥ്യത്തോടടുത്തപ്പോൾ നമ്മൾ കണ്ടതാണ്, ഒരൊറ്റ അമേരിക്കൻ സൈനികനോ ഇസ്രായേൽ സൈനികനോ അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ ഏതെങ്കിലും ചാര ഏജൻസികളുടെ ഭാഗമായിട്ടുള്ള സേനാ വിന്യാസങ്ങളോ ഒന്നും ഇറാനിലേക്ക് ഉണ്ടായില്ല. അവിടെയാണ് ഇറാനിലെ പ്രക്ഷോഭകർ പറ്റിക്കപ്പെട്ടു എന്ന് അവർ തന്നെ ഇപ്പോൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് അവരിപ്പോൾ പറയുന്നത് വലിയ തോതിലുള്ള വഞ്ചന ഞങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്, ഞങ്ങളെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു പറ്റിച്ചു, ഞങ്ങൾക്ക് വലിയ സഹായങ്ങൾ നൽകാം, ഞങ്ങൾക്ക് വലിയ തോതിലുള്ള പിന്തുണകൾ നൽകാം എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ട്രംപിൻ്റെ വാക്ക് വിശ്വസിച്ച് തെരുവിലിറങ്ങിയ ഞങ്ങളിൽ പലരും കൊല്ലപ്പെട്ടു, ഞങ്ങളിൽ പലരും ഇല്ലാതായി, ഞങ്ങളുടെ പലരുടെയും ജീവൻ അപകടത്തിലാണ്. കാരണം ഇറാൻ ഭരണകൂടം അവരെ തീർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇറാൻ ഭരണകൂടം എടുത്തു പറഞ്ഞിരിക്കുകയാണ്, ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ പങ്കെടുത്തവരെ എല്ലാം ഞങ്ങൾ ബാക്കി വെച്ചേക്കില്ല. കാരണം രാജ്യത്തിനെതിരായിട്ടുള്ള നീക്കമാണ്, രാജ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു വലിയ നീക്കമാണ് നടന്നിരിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റമാണ്, രാജ്യത്തെ പ്രതിസന്ധി ഉണ്ടാക്കുക എന്നുള്ള നീക്കമാണ്. അതുപോലെ തന്നെ അമേരിക്ക പറയുന്നു ആയത്തുള്ള അലി ഖാംനെയെ വധിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന വിധത്തിൽ ഇവിടെ പ്രക്ഷോഭം നടത്തിയ ആളുകൾ ആരായി? അവർ പ്രസിഡന്റ്, അവിടുത്തെ പരമാധികാരിയെ അല്ലെങ്കിൽ പരമോന്നത ആത്മീയ നേതാവിനെ വധിക്കാൻ ശ്രമിച്ചവരെ പിന്തുണയ്ക്കുന്ന കുറ്റം കൂടി അവർക്കെതിരെ ഉണ്ടാവും. അത് ആ രാജ്യത്തെ സംബന്ധിച്ച്, ഇറാനെ സംബന്ധിച്ചത് ഒരിക്കലും മാപ്പർഹിക്കാത്ത കുറ്റമാണ്. വധശിക്ഷ എന്നതിൽ കുറഞ്ഞ് അവിടെ ഒരു ശിക്ഷ ഈ പറയുന്ന പ്രക്ഷോഭകാരികൾക്ക്, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ വാക്ക് കേട്ട് അവരുടെ അച്ചാരം വാങ്ങി ഇറക്കി തിരിച്ച പ്രക്ഷോഭകാരികൾക്ക് മരണശിക്ഷയിൽ കുറഞ്ഞൊരു ശിക്ഷ കിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഏതു ഈ പറഞ്ഞ പോലെ ട്രംപ് എന്ന് പറയുന്ന ലോകശക്തികളിൽ ഏറ്റവും വലിയ ലോകശക്തി എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റാണ്. ആ ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരാളെ പോലെ, ഒരു സാധാരണക്കാരൻ പോലും ചെയ്യാത്ത രീതിയിൽ പറഞ്ഞു പറ്റിക്കുക, യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയണം, പറഞ്ഞു പറ്റിക്കുകയായിരുന്നു ഈ ഒരു പ്രക്ഷോഭകാരികളെ. അപ്പോൾ ഈ ഒരു ഇതിനെ നോക്കി കാണുമ്പോൾ നേരത്തെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത കാര്യമാണ് ഇറാന്റെ സൈനിക ബലം എത്രയാണ് എന്ന് ട്രംപിന് വ്യക്തമായി ഇപ്പോൾ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുൻപ് വരെ കുറേ അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം ആ ഒരു 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം, യുദ്ധമെന്ന് തന്നെ പറയാം നമുക്കതിനെ, അതിനുശേഷം ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യവും ഇതുപോലെ ഇത്തരത്തിൽ ഇങ്ങനെ പ്രക്ഷോഭകാരികളെ ഇളക്കി ഒന്ന് ആ ഒരു അവസരം മുതലെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു കാരണവശാലും ഇറാൻ വഴങ്ങില്ല എന്ന് വ്യക്തമായതോടുകൂടി, മാത്രമല്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താനും തിരിച്ച് ഭരണം വളരെ സുഗമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഇറാന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ട്രംപിനെ പറ്റി ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വാക്കിന് വ്യവസ്ഥയില്ലാത്തൊരു മനുഷ്യൻ എന്ന് വേണം പറയാനായിട്ട്. ആ ഒരു രീതിയിലേക്ക് ട്രംപ് അധപ്പതിച്ച്, നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും ഒരിക്കൽ കൂടി അത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇനി ട്രംപ് എങ്ങനെയായിരിക്കും ഈ ഒരു പൊതുസമൂഹത്തെ അല്ലെങ്കിൽ അവരോട് ഒരു എന്തായിരിക്കും ഇനി ട്രംപിന്റെ മറുപടി എങ്ങനെയായിരിക്കും? ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ട്രംപ് ഒന്ന് എറിഞ്ഞു നോക്കിയതാണ്. അതായത് ഇറാനെ തകർക്കാനായിട്ട്, സായുധപരമായിട്ട് തകർക്കാനുള്ള ശേഷിയൊന്നും അമേരിക്കയ്ക്കില്ല. കാരണം റഷ്യയുടെ പിന്തുണയടക്കം, ചൈനയുടെ സാമ്പത്തിക സഹായമടക്കം, ഉത്തര കൊറിയയുടെ വലിയ പിന്തുണയടക്കം ഒക്കെ ഇറാനുണ്ട്. ഇന്ത്യയുടെ പോലും പിന്തുണ ഇറാൻ്റെ പക്ഷത്ത് തന്നെയാണ് ഇന്ത്യ നിൽക്കുന്നത്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അപ്പോൾ ഇറാനെ ഏതെങ്കിലും തരത്തിൽ കടന്നാക്രമിച്ചൊരു യുദ്ധത്തിലേക്ക് പോയാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അതുകൊണ്ടുണ്ടാകുന്ന തിരിച്ചടികളുടെ ഉത്തരവാദിത്വവും ട്രംപ് ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വരും.
അല്ലെങ്കിൽ നെതന്യാഹുവുമായിട്ട് ആ ഉത്തരവാദിത്വം ഷെയർ ചെയ്യാം. അതിൽ കൂടുതലായിട്ട് ആ പ്രശ്നത്തിൽ ഇറാനെ ആരും കുറ്റം പറയില്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കയറി കളിക്കുന്ന കളി ട്രംപ് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. നമുക്കറിയാം വെനസ്വലൻ പ്രസിഡന്റിനെ ഒരു രാത്രിക്ക് രാത്രി പോയിട്ട് അവിടെ നിന്ന് തൂക്കിയെടുത്ത് അമേരിക്കയിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തുകയാണ്. ഇത് സദ്ദാം ഹുസൈൻ്റെ കാര്യത്തിൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇറാഖിനെതിരെ അഫ്ഗാനെതിരെ ഒക്കെ അധിനിവേശം എന്ന് പറയുന്ന അമേരിക്കയുടെ സാമ്രാജ്യത്വ തന്ത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി പതിറ്റാണ്ടുകളായിട്ട് അവർ ഫോളോ ചെയ്യുന്ന റൂളാണ്. പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇറാനെ പോലെ ഒരു രാജ്യത്തെ നേരിട്ട് ആക്രമിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ അത് വളരെ വലുതായിരിക്കുമെന്ന് ട്രംപ് തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇറാനിലേക്ക് കടന്നു കയറി ഒരു ആക്രമണം നടത്താൻ ട്രംപ് തുനിഞ്ഞാൽ ആദ്യത്തെ തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തു നിന്ന് തന്നെയായിരിക്കും. നമുക്കറിയാം, ഇറാനെ സംബന്ധിച്ച് അവർക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇസ്രായേലിനെ നോക്കുക, ഇസ്രായേലിന് എന്ത് സംഭവിച്ചാലും അമേരിക്കയുടെ കാൽക്കലോട്ട് വീണ് അമേരിക്ക പറയുന്നതനുസരിച്ച് പോകൂ. പക്ഷേ ഇറാൻ അങ്ങനെയല്ല. ഇറാൻ ഏത് തരത്തിലുള്ള തിരിച്ചടിക്കും തയ്യാറാണ് എന്ന് നിരന്തരമായി പറയുന്ന, അത് പ്രവർത്തിച്ച് കാണിച്ചിട്ടുള്ള വലിയ തോതിലുള്ള ആയുധ ശേഖരമുള്ള ഒരു രാജ്യമാണ്. ഈ ആയുധങ്ങൾ ഏതു തരത്തിലുള്ളതാണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ഇതുവരെ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ആയുധങ്ങൾ ഇറാൻ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. മറ്റൊരു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നതോ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഉണ്ടാക്കുന്നതോ അല്ല. ഇനി സാങ്കേതികമായുള്ള സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റഷ്യയുടെ പക്കൽ നിന്നായിരിക്കും. അതേക്കുറിച്ചും അമേരിക്കയ്ക്ക് യാതൊരു ധാരണയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഏത് വിധത്തിലുള്ള തിരിച്ചടിയായിരിക്കും, അതിൻ്റെ കാഠിന്യം എങ്ങനെയായിരിക്കും, അത് എത്ര വലിയ നാശനഷ്ടം ഉണ്ടാക്കും, ഇനി അതിൽ ആണവായുധങ്ങൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അമേരിക്കയ്ക്ക് ഒരു ധാരണയും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇറാനെ പ്രകോപിപ്പിക്കുക, ഭയപ്പെടുത്തി നിശബ്ദരാക്കുക, ഭയപ്പെടുത്തി വരുതിയിലേക്ക് കൊണ്ടുവരിക എന്ന തന്ത്രമാണ് പല തവണയായി അമേരിക്ക സ്വീകരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ജൂണിൽ ഒരു പരിധി വിട്ടുകൊണ്ട് അമേരിക്ക ബോംബിംഗ് നടത്തി ഇറാനിലേക്ക്. അതോടുകൂടി മനസ്സിലായി അമേരിക്കയ്ക്ക് തങ്ങളുടെ ഏറ്റവും വലിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ടും ഇറാൻ്റെ ആണവ പരീക്ഷണത്തെ തടയാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അത് പ്രയോഗിക്കാൻ കഴിയില്ല. തങ്ങളുടെ ഏറ്റവും വലിയ ആയുധം, ഒരു യുദ്ധത്തിലും അമേരിക്ക ഉപയോഗിക്കാത്ത ഏറ്റവും വലിയ ആയുധം ഉപയോഗിച്ചിട്ട് പോലും ഇറാൻ ഒരു പുല്ലും സംഭവിച്ചില്ല. അതുകൊണ്ട് ഇനി ആ രീതിയിലുള്ള പണിയെടുത്താൽ തിരിച്ച് നല്ല പണി കിട്ടുമെന്ന് അമേരിക്കയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക പറച്ചിലേക്ക് ഒതുങ്ങിയത്. അതായത് പ്രക്ഷോഭകാരികളെ സഹായിക്കുമെന്ന് ട്രംപ് പറയുമ്പോൾ പ്രക്ഷോഭകാരികൾ കുറെ കൂടി ആവേശത്തിലായിട്ട് ഇറാനെ അങ്ങ് തകർത്ത് അവിടുത്തെ ഭരണസ്ഥിരാ കേന്ദ്രമൊക്കെ പിടിച്ചെടുത്ത് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഇളകി മറിഞ്ഞ് ഖാംനെയിയെ കൊലപ്പെടുത്തും, അല്ലെങ്കിൽ പുതിയ ഭരണാധികാരി അധികാരത്തിൽ ാനുള്ള കളമൊരുക്കും. തൻ്റെ ഒരൊറ്റ വാക്കിൽ അത് സംഭവിക്കുമെന്നാണ് ട്രംപ് മനക്കോട്ട കിട്ടിയത്. പക്ഷേ ഇറാനിലെ ജനങ്ങൾ പൊട്ടന്മാരല്ല. അവർക്ക് ട്രംപിനെ നന്നായിട്ട് അറിയാം. ട്രംപ് ഇതുപോലുള്ള പല കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറയുന്ന ആളാണെന്നുള്ളത് കൃത്യമായ ധാരണ ഈ ലോകത്തെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം പ്രക്ഷോഭകാരികൾ പാശ്ചാത്യ സമ്മർദ്ദങ്ങളുടെ ഫലമായി തെരുവിലിറങ്ങി കുറേ അക്രമങ്ങളൊക്കെ കാണിച്ചു. അല്ലെങ്കിലും അക്രമങ്ങൾ ഒരു നാട്ടിൽ നടന്നാൽ അത് പലർക്കും പ്രോത്സാഹനം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഇടപെടാൻ കൊള്ളാം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജെൻസി വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ കുറേയേറെ ഈ സോഷ്യൽ മീഡിയ പ്രചാരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അമേരിക്കയുടെ പിന്തുണ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ഭംഗിയായിട്ട് ഈ കലാപത്തിലേക്ക് ഇറങ്ങി അവർ പറ്റാവുന്നതൊക്കെ നശിപ്പിച്ചു. പക്ഷേ അതേസമയം മറുവശത്ത് ഈ പ്രക്ഷോഭം കൊണ്ട് ഏറ്റവും അധികം ഗുണമുണ്ടായിട്ടുള്ളത് ഇപ്പോഴത്തെ പരമാധികാരിയായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനെയ്ക്കും ഇപ്പോഴത്തെ ഇറാൻ ഭരണകൂടത്തിനുമാണ്. കാരണം തങ്ങളുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ രാജ്യത്തിനകത്ത് ഒരുപാട് ശക്തികളുണ്ട്, അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഇടപെടൽ നടത്തുകയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന അവിടുത്തെ ഇറാനിയൻ പൗരന്മാർ അവർ രാജ്യത്തിനൊപ്പം നിന്നു, ഭരണകൂടത്തിനൊപ്പം നിന്നു. കാരണം ഈ ഭരണകൂടം ഇല്ലാതായാൽ പിന്നെ വരുന്നത് അമേരിക്കൻ ഭരണകൂടമാണ്. അത് ഇസ്ലാമിക ഭരണകൂടം മോശമാണ് എന്നുള്ളത് കൊണ്ടല്ല അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങിയത്. അവിടുത്തെ ജനങ്ങൾക്ക് ഈ പറയുന്നത് പോലെ അവർ വലിയ പ്രതിസന്ധി, അതായത് ഇസ്ലാമിക ഭരണകൂടത്തിലെ നിയമങ്ങളല്ല അവരെ തെരുവിലിറക്കിയത്. അത് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ പലരും പറയുന്നുണ്ട് ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കൊള്ളരുതായ്മകൾ നിമിത്തം പർദ്ദ ധരിക്കാൻ പറ്റാത്തതുകൊണ്ട് സ്ത്രീകൾ തെരുവിലിറങ്ങിയതാണെന്നൊക്കെയാണ് പലരും പറയുന്നത്. മതപരമായിട്ട് വർഗീയപരമായിട്ട് ഇറാനിലെ വിഷയം അവതരിപ്പിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. പക്ഷെ അത് തെറ്റാണ്. അവിടുത്തെ ജനങ്ങൾ ജീവിക്കാൻ നിർവാഹമില്ലാഞ്ഞൊരു തെരുവിലിറങ്ങിയതാണ്. അതായത് അവിടുത്തെ ഇറാനിയൻ കറൻസിയുടെ മൂല്യം ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ ഇടിയുന്നു, ആളുകളുടെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥ വരുന്നു, വ്യാപാരം നടക്കാതെ വരുന്നു, സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നു, സാധനങ്ങൾക്ക് വില കൂടുന്നു, സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നു. അതുപോലെ തന്നെ അവിടെ അണക്കെട്ടുകളിൽ വെള്ളമില്ലാത്തതിനെ കൊണ്ടുള്ള ജലക്ഷാമം അടക്കമുള്ള കാർഷിക മേഖലയുടെ തകർച്ചയടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ വരുന്നു. ഇതിലൊന്നും ഇറാൻ ഭരണകൂടം നേരിട്ട് ഉത്തരവാദികളല്ല. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇതിലൊക്കെ ഉത്തരവാദികളായിട്ടുള്ളത് അമേരിക്കയാണ്.
അതേ അമേരിക്കയാണ് ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മുഴുവൻ നടപ്പാക്കിയ അതേ അമേരിക്കയാണ്. ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ പിന്നിൽ നിന്ന് കുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന അതേ അമേരിക്കയാണ് മറുവശത്ത് പ്രക്ഷോഭകർക്ക് പിന്തുണയുമായി ഈ രാജ്യത്ത് ഞങ്ങളുടെ ഭരണകൂടം വരും എന്ന നിലയിലേക്ക് അവിടുത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഈ തന്ത്രം തിരിച്ചറിയുന്ന ഇറാനിലെ ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇറാൻ ഭരണകൂടത്തിനൊപ്പം തെരുവിലിറങ്ങി. സത്യം പറഞ്ഞാൽ ഈ പ്രക്ഷോഭകരെ ഏറ്റവും അധികം ഭയപ്പെടുത്തിയത്, അവരെ വലിയ തോതിൽ പിന്നോട്ടടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെ ജനങ്ങൾ, ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം വരുന്ന പൊതുജനങ്ങൾ കൂലികളായി, അതായത് ഭരണകൂടത്തിന് അനുകൂലമായിട്ട് ഒരു തവണ തെരുവിലിറങ്ങി. പിന്നെ അത് നിരന്തരമായി പല പ്രവിശ്യകളിലും, ടെഹ്റാനിൽ തന്നെ പലതവണ ലക്ഷക്കണക്കിന് ജനങ്ങൾ, റോയിറ്റേഴ്സിൻ്റെ ഒക്കെ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ടെന്നാണ്. അതായത് പ്രക്ഷോഭകാരികളുടെ അനേകം ഇരട്ടി ജനങ്ങൾ തെരുവിൽ പ്രക്ഷോഭകാരികൾക്കെതിരെ ഇറങ്ങുമ്പോൾ അവർക്ക് സറണ്ടർ ചെയ്യല്ലാതെ വേറൊരു വഴിയില്ല. എന്ന് മാത്രമല്ല 4500 പ്രക്ഷോഭകാരികളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അത് ഔദ്യോഗിക കണക്കാണ്. അവർ രാജ്യദ്രോഹികളാണ്, അവർ രാജ്യവിരുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വെടിവെച്ച് കൊന്നത്. ഇത്രയും ആളുകളെ അവിടെ വെടിവെച്ച് കൊന്നതുകൊണ്ട് അവിടുത്തെ മറ്റ് ജനങ്ങൾ ഇളകിയിട്ടില്ല. അവർക്ക് ഈ 4500 പേരെ വെടിവെച്ച് കൊന്നത് എന്തോ വലിയ തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. കാരണം ഈ പറയുന്ന ആളുകൾ രാജ്യം നശിപ്പിക്കാൻ വന്നവരാണ്, രാജ്യവിരുദ്ധരാണ്. ഇപ്പോൾ പലരും നമുക്കിടയിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇറാനിൽ ഈ വെടിവെച്ച് കൊന്ന ആളുകൾക്ക് വേണ്ടി കരയുന്നില്ലേ, നിങ്ങൾ പലസ്തീനിലെ മനുഷ്യർക്ക് വേണ്ടി കരഞ്ഞതാണല്ലോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഇവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇറാനിലെ ആഭ്യന്തര പ്രശ്നമാണിത്. ഇറാനിൽ വേറെ ഏതെങ്കിലും ശക്തികൾ വന്നു കയറി ഇറാനിലെ ജനങ്ങളെ കൊല്ലുകയല്ല. ഇറാനിലെ ജനങ്ങൾ ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഏജൻസികളുടെ പിന്തുണ വാങ്ങിച്ചുകൊണ്ട് ആ രാജ്യത്തെ തകർക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ രാജ്യത്തെ ഭരണകൂടം അത് അടിച്ചമർത്താൻ ശ്രമിക്കും. അതൊരു സ്വാഭാവിക പ്രതികരണം മാത്രമാണ്. അതിൽ ഈ പലസ്തീനിലെ മനുഷ്യാവകാശ ധ്വംസനം പോലെ കിടന്ന് കരയേണ്ട കാര്യമില്ല. പലസ്തീനിൽ എന്താ സംഭവിച്ചത്? പലസ്തീൻ രാഷ്ട്രം വേണം, ദ്വിരാഷ്ട്ര പരിഹാരം. ഇന്ത്യയുടെ നിലപാടതാണ്, ദ്വിരാഷ്ട്ര പരിഹാരം. അത് പലസ്തീന് സ്വന്തം രാജ്യമാക്കണമെന്ന ആവശ്യം ഉയർന്നു നിൽക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ പരമാധികാരം ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം അവിടെ കയറി നിരങ്ങുകയാണ്. അവിടുത്തെ സാധാരണക്കാരെ ഒരു കാരണവുമില്ലാതെ കൊലപ്പെടുത്തുകയാണ്. ഇത് രണ്ടും രണ്ടാണ്. അതുകൂടി ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുണ്ട്. എന്തായാലും ഇറാൻ തകരുമെന്ന് നോക്കി സ്വപ്നം കണ്ടിരുന്ന, അവിടുത്തെ ഇസ്ലാമിക ഭരണം വീഴുമെന്നൊക്കെ കരുതി ഇപ്പോൾ അങ്ങ് തീരും എന്ന് വിചാരിച്ചിരുന്ന സകലർക്കും വലിയ വിഷമം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ സ്കൂളുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. നമ്മൾ ആദ്യം മുതലേ പറഞ്ഞതാണ് ഈ വിഷയത്തിൽ. പണ്ട് ഈ പലസ്തീൻ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഹമാസിനെതിരായി ഇസ്രായേൽ വലിയ യുദ്ധവുമായി ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഹമാസിനെ അവസാനിപ്പിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന പലസ്തീൻ പൂർണ്ണമായി പിടിച്ചെടുക്കാൻ ഇസ്രായേലിന് കഴിയില്ല. അതൊക്കെ വെറുതെ പറയാം, തള്ളാം, അമേരിക്കയൊക്കെ ഇരുന്ന് തള്ളാം, ഇത് ഇപ്പം ചെയ്യാം, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞാണ്. ഇപ്പം എന്തായി? അത് തന്നെയല്ലേ അവസ്ഥ. ഹമാസിന് ഇപ്പോഴും പൂർണ്ണമായി ഇല്ലാതാക്കാനായിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ഇസ്രായേലിന് പൂർണ്ണമായി പലസ്തീൻ പിടിച്ചെടുക്കാനും കഴിഞ്ഞിട്ടില്ല. അവിടെ വെടിനിർത്തലിൻ്റെ ഭാഗമായ ഒരു സ്ഥിതി അങ്ങനെ തുടരുകയാണ്. അപ്പോഴും ഇസ്രായേൽ പറഞ്ഞ വെല്ലുവിളികൾ ഒന്നും നടന്നിട്ടില്ല. ബന്ദികളെ മുഴുവൻ പിടിച്ചെടുക്കും, സ്വന്തം IDF വന്ന് ബന്ദികളെ മുഴുവൻ തിരിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ വെടിനിർത്തൽ കരാർ, ഹമാസിൻ്റെ കാരുണ്യത്തിൽ ഈ പറയുന്ന വെടിനിർത്തൽ കരാർ വേണ്ടി വന്നു ഇസ്രായേലിന് 2 വർഷങ്ങൾക്കിപ്പുറം ബന്ദികളെ ജീവനോടെ കിട്ടാൻ. അപ്പോൾ അതൊക്കെയാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇറാൻ്റെ കാര്യത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞതാ, ഇത് ഇറാൻ തകരാനൊന്നും പോകുന്നില്ല, ഇറാനിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം ഇറാൻ ഇതിലും വലുത് കണ്ടു വന്നൊരു രാജ്യമാണ്. എന്ന് മാത്രമല്ല, അവിടുത്തെ രാജ്യവിരുദ്ധരായ ശക്തികളെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, ജനങ്ങൾ ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ഭരണകൂടം ഒറ്റയടിക്ക് താഴെ പോകുമെന്ന നിലയിൽ ഒരിക്കലും നമുക്ക് കരുതാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ മുന്നത്തെ വീഡിയോകൾ നോക്കുക, വിദ്യയും ഞാനും ചെയ്തിട്ടുള്ള ചർച്ചകളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടുള്ള ചർച്ചകളും ഒക്കെ നോക്കുക. ഇതിങ്ങനെ സംഭവിക്കൂ, അമേരിക്ക വെറുതെ കിടന്ന് തള്ളുന്നതല്ല, ഒന്നും സംഭവിക്കില്ല നമ്മൾ ആദ്യമേ പറഞ്ഞു. എന്ന് മാത്രമല്ല, നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇറാനിൽ ഈ പറയുന്ന പോലെ ഇറാനിലെ ഭരണകൂടം ഒറ്റയടിക്ക് താഴെ പോയി ഇറാൻ ഒന്നും അല്ലാതാകും തുടങ്ങിയ വാദങ്ങളൊന്നും നടക്കില്ല എന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്കൂളുകൾ തുറന്നു, പതുക്കെ ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ നീക്കും, ആ രാജ്യം തിരിച്ചു വരിക തന്നെ ചെയ്യും. സാമ്പത്തികമായി ഇറാൻ വലിയ പ്രശ്നങ്ങളുണ്ട്. അത് ഈ ഉപരോധം അമേരിക്ക നീക്കിയാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. ഇനി അത് മാത്രമല്ല, ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഇറാൻ ഉയർന്നു വരാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അത് വാണിജ്യപരമായ നീക്കങ്ങൾ അടക്കം നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു നീക്കം കൂടി ഉണ്ടായാൽ ഇറാൻ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് വരാൻ വലിയ തടസ്സമുണ്ടാകില്ല എന്നാണ് കരുതുന്നത്. ഇനി ഈ പ്രശ്നം ഇങ്ങനെ ഇറാൻ നേർവഴിക്ക് വരുന്നു, അല്ലെങ്കിൽ ഇറാനിലെല്ലാം ശരിയാകുന്നു എന്ന് കണ്ടാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മാനസികാവസ്ഥ നമുക്കറിയാം. എന്താണ് ചിന്തിക്കുക, എന്താണ് പ്രവർത്തിക്കുക, എന്താണ് പറയുക, ഒരു പിടിയില്ല. എങ്ങാനും ഇറാൻ തുലയട്ടെ എന്ന് പറഞ്ഞ് ഒരു യുദ്ധത്തിനൊക്കെ ഇറങ്ങി പുറപ്പെട്ട് ഇറാനിലേക്ക് ബോംബിടാനുള്ള സാധ്യതയുണ്ട്.
ചെറിയ സാധ്യതയുണ്ട്. അത് ട്രംപ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്കൊക്കെ ട്രംപ് മാത്രമായിരിക്കും ഉത്തരവാദി. പിന്നീട് അങ്ങോട്ട് ട്രംപിൻ്റെ കഷ്ടകാലമായിരിക്കും. ട്രംപ് എന്നൊരു ഒരു 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 പേര് അത് ലോകം മുഴുവൻ കുറ്റപ്പെടുത്തുന്ന, പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു പേരായി മാറും എന്നുള്ളതും തീർച്ചയാണ് വിദ്യ. ശരി.